ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനൊരു ഒരു 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 അടിപൊളി സംഭവം കാണിക്കാനാണ് വന്നിട്ടുള്ളത്. എന്തായാലും ഞാനിപ്പോൾ ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഗൈസ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഹോം മെയ്ഡ് ക്ലേ. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതിങ്ങനെ ഉണങ്ങാൻ പറ്റൂലേ അതിന് വെച്ചിട്ടാണ്. ഇപ്പോൾ അധികം വെയിലൊന്നും ഇല്ല, എന്നാലും രാവിലെ നല്ല വെയിലുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇതേപോലെയാണ്. ഇത് നമ്മൾ ചിരിച്ചാൽ ഇങ്ങനെ മേലെ കുറച്ച് വെള്ളമുണ്ട്, അപ്പോൾ അത് ഉണങ്ങാനാണ് ഞാൻ സത്യം പറഞ്ഞാൽ കാത്തു നിൽക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ഇത് എത്രത്തോളം ഉണങ്ങിക്കിട്ടുന്നൊക്കെ. സംഭവം ഞാൻ വിചാരിച്ചതിനേക്കാളും പെട്ടെന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ദിവസത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കൊണ്ടുണ്ടായിരുന്നു, അപ്പോഴാണ് എനിക്ക് ഉണ്ടാക്കാൻ തോന്നിയത്. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന മഴക്കാലത്താണ്. അത്രയ്ക്കും മഴയുണ്ട് ഇപ്പോൾ. അപ്പോൾ എന്തായാലും ഞാൻ കാണിച്ചു തരാം. മഴ പെയ്തു ഗൈസ്. ഇത്രയും നേരം ഒരു കുഴപ്പമില്ലാണ്ടെന്നാണ്. എന്തായാലും ഇപ്പോൾ മഴ പെയ്തിട്ടുണ്ട്. ഞാൻ ഇത്രയും നേരം പറഞ്ഞിട്ടേ ഉള്ളായിരുന്നു മഴയൊന്നുമില്ല, എന്തായാലും വെയിലാണെങ്കിൽ അപ്പം തന്നെ മഴയും പെയ്തു. ഞാൻ നേരത്തെ നല്ല മഴയായിരുന്നു കേട്ടോ. ആ മഴ കഴിഞ്ഞപ്പോൾ ഇത്തിരി വെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെയിലത്ത് കൊണ്ടുവച്ചാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതെടുത്ത് വയ്ക്കണം. മഴയൊക്കെ ഇപ്പോൾ പോയി. ആ ഒരു ചെറിയൊരു മഴ ഉണ്ടായിരുന്നുള്ളൂ, ചെറുതായിട്ട് നനഞ്ഞു. എന്തായാലും നമുക്കിനി ഒന്നും കൂടി അവിടെ കൊണ്ടേ വയ്ക്കണം. ആദ്യം കുറച്ച് നേരം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി മഴ പെയ്യുമെന്ന് അറിയില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെറുതായിട്ട് അതിൽ വെള്ളമായിട്ടുണ്ട്, അതാണ് ഒരു ചെറിയ കുഴപ്പം. അത്രയ്ക്ക് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം കുഴപ്പമില്ല, ചെറുതായിട്ട് വെള്ളമായിട്ടുള്ളൂ. നമുക്കിനി അടുത്ത പ്രൊസീജിയറിലേക്ക് കിടക്കാം. അധികം കുഴപ്പമൊന്നുമില്ല. മഴ പെയ്യാൻ അങ്ങനെ തുടങ്ങി നിൽക്കുന്നതൊക്കെ നേരത്തെ പെയ്തതിൻ്റെ ഒരു നനവൊക്കെയാണ് അവിടെ ഉള്ളത്. എന്തായാലും നമുക്ക് ഒന്ന് വെച്ച് നോക്കാം. ഇനിയിപ്പോൾ മഴ പെയ്യുമെന്നാണ് എനിക്ക് അറിയാത്തത്. ഇത് വെച്ചാൽ എടുത്തുകൊണ്ട് പോകാൻ കുറച്ച് പണിയാണ്, അതുകൊണ്ട് നമുക്കെന്തായാലും നോക്കാം. ഇനി മഴ പെയ്യുമെന്ന് അറിയില്ല, നമുക്കെന്തായാലും എടുത്ത് വയ്ക്കാതെ. മഴ പെയ്യില്ലാന്ന് തോന്നുന്നു വയസ്സ്. നല്ല പോലെ വെയിലൊക്കെ അയച്ചിട്ട് നല്ല ചൂടുള്ള വെയിലായിട്ടോ. ഇതാണ് ഇപ്പോൾ പ്രശ്നം. പെട്ടെന്നുണ്ട് മഴ പെയ്യും, പെട്ടെന്ന് വെയിലും വരും. വെയിൽ പറഞ്ഞാൽ എനിക്കധികം കുഴപ്പമില്ല, മഴ പെയ്യുന്നില്ലാണ് കുഴപ്പമില്ല. എന്തായാലും നമുക്ക് എന്തൊക്കെയോ സൗണ്ട് ഗൈസ് അവിടെ നിന്ന് ഇവിടെ കേൾക്കുന്നുണ്ട്. ഇപ്പം നല്ല വെയിലായിട്ടുണ്ട്. ഞാൻ എന്തിനാണ് ഇങ്ങനെ കെട്ടി വെച്ചതെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ കെട്ടി വയ്ക്കും. ഇപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് വെച്ചാൽ, ആദ്യം നമ്മൾ മണ്ണില്ലേ, നമ്മൾ നല്ല കുഴിച്ചെടുത്ത അടിയിലുള്ള മണ്ണ് കുഴിച്ചെടുത്തു. എന്നിട്ടത് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയതിന് ശേഷം ഒരു തുണി ബക്കറ്റിൽ കെട്ടിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചിട്ട് അത് അരിച്ചെടുത്തു. എന്നിട്ട് ആ അരിച്ചത് ഒന്നും കൂടി അരിച്ചു. അങ്ങനെ 2 വട്ടം അരിച്ചെടുത്തു. എന്നിട്ട് ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് അതൊക്കെ ചെയ്തത്. എന്നിട്ട് രാത്രി തൊട്ട് ഒരു 7 മണി വരെ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അപ്പോൾ അതിൻ്റെ വെള്ളം മാത്രം മേലായിട്ട് അത്യാവശ്യം ഒരു കട്ടിയിലുള്ള ഒരു ബാറ്റർ പോലെ നമുക്ക് കിട്ടി. അത് ഞാൻ ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് ഒരു തുണി ആദ്യം കെട്ടി, എന്നിട്ട് അതിലേക്ക് ആ ബാറ്റർ ഒഴിച്ച് വെച്ചു. ഇതെന്തിനാണ് ഇങ്ങനെ വെക്കുകയെന്ന് വെച്ചാൽ, ഇതിൽ ചെറുതായിട്ട് വെള്ളമുണ്ട്. അപ്പോൾ ഈ ചെറുതായിട്ടുള്ള വെള്ളം ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ബാറ്റർ ഫുള്ളും ഇതിലേക്ക് ഒഴിച്ചു. അപ്പോൾ അതിൽ നമുക്ക് വേണ്ട ആ ഒരു ക്ലേ ഉണ്ടാക്കാൻ വേണ്ട സാധനം നമുക്ക് വെയിൽ കൊണ്ട് കട്ടയായി കിട്ടും. എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ നമ്മളിതിലിങ്ങനെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ക്ലേ പോലത്തെ സംഭവം നമുക്ക് വെയിൽ കൊണ്ട് ഇതിലിങ്ങനെ കിട്ടും. ബാക്കി വേസ്റ്റായിട്ടുള്ള വെള്ളം അടിയിലേക്ക് പോവുകയും ചെയ്യും. അതിനാണ് കേട്ടോ നമ്മളിങ്ങനെ കെട്ടി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ വെയിൽ പോയിട്ടുണ്ട്, അത് അമ്മ അങ്ങോട്ട് പോകും. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് വീഡിയോ വരുന്നൊന്നും ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഒന്നും എടുത്തതാണ്, അമ്മ അറിഞ്ഞിട്ടില്ല. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു കാർമേഘമുള്ള ആകാശമാണിപ്പോൾ, നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇങ്ങനെ മരങ്ങളും മേഘവും ബ്ലൂ സ്കൈ, വാവ്. എന്തായാലും നമ്മളെ ക്ലേ ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുക. അതിന് കാവൽ നിൽക്കുമെന്നല്ല ഞാൻ, പക്ഷേ മഴ പെയ്താലോ അതിന് വേണ്ടി ഇങ്ങനെ നിൽക്കാം കേട്ടോ. മാത്രമല്ല എനിക്കിതിങ്ങനെ തൊട്ട് നോക്കാൻ ഇഷ്ടമാണ്. ഞാൻ എന്താ ചെയ്യലെന്ന് വെച്ചാൽ, ഇതിങ്ങനെ തൊട്ട് കൈയിട്ടൊക്കെ ഇളക്കും. എന്നിട്ട് ഞാൻ നേരെ പോയി കൈ വയ്ക്കും. അപ്പോൾ ഇതിലുള്ള അത്രയും ക്ലേ ഞാൻ കളയുകയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ തൊടുന്നില്ല. ഇവിടെ എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്, അപ്പോൾ അതൊന്നും ആരും നോക്കണ്ട, എല്ലാതൊന്നും ക്ഷമിക്കുക.
അപ്പോൾ ഞാനിത് വെറുതെ ഇവിടെ മുറ്റത്ത് കൂടിയൊക്കെ ഒന്ന് നടക്കുകയാണ്. ഇതാണ് ഇവിടെ ചെടി. ഇപ്പോൾ മഴക്കാലമായിട്ട് ഇവിടെ പുഴുക്കളുണ്ട് കേട്ടോ. ഇത് സൂക്ഷിച്ച് വേണം നമ്മളെല്ലാതും ചെയ്യാൻ വേണ്ടി. ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഹോം മെയ്ഡ് ക്ലേ ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഉണ്ടാക്കണമെന്ന് ശരിക്കും പറഞ്ഞാൽ അറിയില്ല. യൂട്യൂബിൽ കണ്ട ഒരു ഇതിലാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ എനിക്ക് ധാരണ ഉണ്ട് അത് ഇങ്ങനെയൊക്കെ ചെയ്താവും. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. എല്ലാം നമുക്ക് സെറ്റാവും നോക്കാം. അപ്പോഴത്തേക്കും എൻ്റെ വീട്ടിലുള്ള കുറച്ച് ചെടികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു മണി പ്ലാന്റ് ആണ് കേട്ടോ. ഇതിന് നമുക്ക് എന്താ പറയുക, ഒരു യെല്ലോയും അതേപോലെ തന്നെ ഒരു ഗ്രീൻ കളർ വരുന്നതാണ്. ഇത് എന്തായിരുന്നു, ദേവദാരുവ അങ്ങനെയാണ് ഇതിൻ്റെ പേര്. ശരിക്കും പറഞ്ഞത് നല്ല ഒരു ഡാർക്ക് ഗ്രീനാണ്. ഇത് വെയിൽ കൊണ്ട് ഇങ്ങനെ യെല്ലോ ആയിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നൊരു വലിയ പന പോലത്തെ ഒരു ചെടിയാണ്. പിന്നെ ഇത് നമ്മളെ ക്ലേ. നമുക്ക് നെക്സ്റ്റ് എന്താ നോക്കാം. ഇവിടെ ഒരു എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നത് എനിക്ക് എന്തൊക്കെ പോലെ. ആ സൗണ്ട് പോയിട്ട് ഞാൻ തരാം. ഇത് പോയിട്ടുണ്ട്. ഞാനിതൊന്ന് ചെരിച്ച് കളയാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ. പോയി കളയാൻ കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഞാനിത് ഒഴിച്ചപ്പോൾ കുറച്ച് കൂടി പോയി. അപ്പോൾ അവിടെ മണ്ണായിട്ടുള്ള ഒരു ചളിവെള്ളമുണ്ട്, അതവിടെ പോയിട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിക്കുകയാണ്. ഇവിടെയാണത് പോയത്. ഇവിടെ കാണുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചാൽ സംഭവം സെറ്റായിക്കോളാം. ഇനി നമുക്ക് ഈ ബക്കറ്റ് അവിടെ കൊണ്ടേക്കാം. ഇന്നിപ്പോൾ വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഡേ ആണിത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ബുധനാഴ്ച തൊട്ട് ലീവാണ്. കാരണം എന്താ വെച്ചാൽ ഓണം സെലിബ്രേഷൻ നമുക്ക് ബുധനാഴ്ച ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വ്യാഴാഴ്ച പിന്നെ എന്തോ ഒരു ജയന്തിയായിട്ട് അന്ന് ലീവാണ്. പിന്നെ വെള്ളിയാഴ്ച ശരിക്കും പറഞ്ഞാൽ സ്കൂളിലായിരുന്നു. ശരിക്കും ഉച്ച വരെ ഉള്ളൂ, പക്ഷെ ഞാൻ പോയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വ്യാഴാഴ്ച തൊട്ട് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാനിത് സംഭവം ഇവിടെ സെറ്റാക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം വെള്ളം പോയിട്ടോ. അപ്പോൾ മിക്കവാറും ഒരു മഴ പെയ്യുമായിരിക്കും. പക്ഷേ എനിക്ക് കിട്ടുന്ന ക്ലൈൻ്റെ നമ്മളുണ്ടാക്കുന്ന ഹോം മെയ്ഡ് ക്ലൈൻ്റെ ക്വാണ്ടിറ്റി നല്ല കുറവാണ് എനിക്ക് കിട്ടുന്നത് കേട്ടോ. കാരണം ഞാൻ എടുത്തത് കല്ലുള്ള മണ്ണായിരുന്നു. ഞാനപ്പോൾ അധികം ശ്രദ്ധിച്ചില്ല കല്ലുള്ള മണ്ണാണെന്ന്. പിന്നെ നോക്കിയപ്പോഴാണ് അത് അരിച്ച് കഴിഞ്ഞപ്പോൾ ഫുള്ളും കല്ലാണ്. പിന്നെ ഒരുപാട് തവണ അരിച്ച് അതങ്ങനെ ആക്കിയതാണ്. കല്ലുള്ള മണ്ണ് എടുത്തുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ക്വാണ്ടിറ്റി കിട്ടുള്ളൂ. പ്ലസ് നല്ല ഇരുട്ടായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ. മഴ പെയ്ത് അയ്യോ ഒരൊറ്റ ഓട്ടമായിരുന്നു ഞാൻ. നല്ല മഴയുണ്ട് ഇപ്പോൾ, കണ്ടില്ലേ? നല്ലോണം മഴയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഴിച്ചിരിക്കുകയാണ്. ഞാൻ പണിന്നില്ല. ഇപ്പോൾ എന്തായാലും ഒരു കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ മഴ ഏകദേശമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ലപോലെ മഴ ഉണ്ടല്ലേ. ഞാനിപ്പോൾ നമ്മളെ ക്ലേ ഇല്ലേ അത് ഷെൻ സൈഡിൻ്റെ ബാക്കിലേക്ക് വെച്ചിട്ടുണ്ട്. ബാക്കിലല്ല സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ പണിയാണ്. ഇവിടെ ഒരു മൂടി ഉണ്ട് കേട്ടോ. ആ ബക്കറ്റ് അടയ്ക്കാൻ പറ്റിയൊരു മൂടി ഉണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഷെൻ സൈഡിൻ്റെ ഒരു അടിയിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. കാണിച്ചു തരണമെന്നുണ്ട്. പക്ഷേ അമ്മ സമയത്തില്ല. വൈകിട്ട് പോകാൻ ഏകദേശം വരുമെന്ന് പറയും. നമുക്കിവിടെ നിൽക്കാം. അപ്പോൾ ഗൈസ് ഞാനിത് ഒരു മഴയ്ക്ക് ശേഷം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ അങ്ങനെ പരത്തി കൊടുക്കണം. പിന്നെ അതിൽ ചെറുതായിട്ട് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കളയണം. അതൊക്കെയാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നി ഇതിന് പിന്നെ വോയിസ് കൊടുത്താൽ മതി എന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ സൗണ്ട് കളഞ്ഞ് എഡിറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ചെറുതായിട്ട് വെള്ളം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതൊക്കെ കളഞ്ഞ് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. ഇത് നേരെ മെറ്റലിലേക്ക് പോയാൽ നല്ല പണി പാളെന്ന് അറിയുന്നതുകൊണ്ട് ഞാൻ അപ്പോൾ അതൊക്കെ ഇങ്ങനെയൊക്കെയോ എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ എടുത്തപ്പോൾ അതിൽ ചെറുതായിട്ട് വെള്ളം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെള്ളം പോകാൻ വേണ്ടി കാത്തുനിന്നു. എന്നിട്ടത് പിരിച്ചപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നു വയസ്സ്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം അത്രയ്ക്കും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതിൻ്റെ പാർട്ട് 2 വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് ഇങ്ങനെ പരത്തി കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അത് നല്ലപോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ വേറൊരു തുണിയിലാണ് ഞാൻ പരത്തിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ തന്നെ പരത്തിയാൽ മതി. പക്ഷേ ആ തുണി ചെറുതായതുകൊണ്ട് ഞാൻ വേറൊരു തുണി 2 മടക്കാക്കി വെച്ച് പരത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 2 മടക്ക്
എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ പരത്തി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയും മഴ പെയ്തിട്ടോ, അപ്പോൾ ഞാനതൊക്കെ ഒരു ബക്കറ്റിൽ ഉള്ളിലാക്കി അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ എടുത്തിട്ട് പിന്നെയും വെയിലത്ത് കൊണ്ടുപോയി വിരിക്കാൻ പോവാണ്. ഹലോ ഗായ്സ്, ഇപ്പോൾ ദേ ഒരു മഴ കഴിഞ്ഞു, ഇപ്പോൾ 4ാമത്തെ മഴയാണ് കേട്ടോ പെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്ലേ ഇങ്ങനെയൊക്കെയാണ് കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല ഉണ്ടയാക്കി നമുക്ക് എടുക്കാം, അത്രയ്ക്കും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പാർട്ട് 2 എന്തായാലും വരുന്നതായിരിക്കും. ഇതിപ്പോൾ അധികം ഉണങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണങ്ങി സെറ്റാക്കിയിട്ട് പാർട്ട് 2 വരുന്നതായിരിക്കും. പിന്നെ ഇതുകൊണ്ട് ഞാൻ എന്താ ഉണ്ടാക്കേണ്ടതെന്ന് എന്തായാലും എല്ലാവരും കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്ലേ ഒക്കെ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്ര പെട്ടെന്ന് ഉണ്ടാവുന്നു. ഇതിൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇത് ഭയങ്കര സോഫ്റ്റാണ്, അത്രയ്ക്കും സോഫ്റ്റാണിത്. നമ്മൾ അരിച്ചുണ്ടാക്കിയോണ്ടാവും അത്രയ്ക്കും സോഫ്റ്റാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും ഈ ക്ലേ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടേ അടുത്ത് ഉണ്ടാക്കുള്ളൂ. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കുറേ കമൻസ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇപ്പം തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബ് ഒന്നും ആരും മറക്കണ്ട, ഇപ്പം തന്നെ ചെയ്യുക. ബൈ ബൈ.